Listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on White Tips. വൈറ്റ് ടിപ്സ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ യുവജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുമാണല്ലോ ഈ വൈറ്റ് ടിപ്സ് പരിപാടിയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ മാധ്യമങ്ങളുടെ അതിപ്രസരത്വം എങ്ങനെയാണ് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നത് എന്നുള്ള ചർച്ചയാണ് നമ്മൾ ആരംഭിച്ചത്. അതിൻ്റെ ഒരു തുടർച്ചയെന്ന വണ്ണം സോഷ്യൽ മീഡിയ ഇതെങ്ങനെയാണ് നമുക്ക് ഗുണകരമായി തീരുന്നത്, എങ്ങനെയാണ് ദോഷകരമായി തീരുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് നയിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. Mr. Jiju Varghese, motivation speaker, trainer and radio jockey. Binsai Sebastian, assistant professor, Department of Management Studies, SB College. Reverend Dr. George Varghese, Marthoma Guidance and Counseling Center, Ernakulam. SB College, Changanasheri. നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ ദിവസവും പത്രം വായിക്കുന്ന എത്ര പേരുണ്ട്? വായിക്കാറുണ്ട്, പക്ഷെ കണ്ടിന്യൂസ്ലി. ഇന്നത്തെ കാലഘട്ടം മാധ്യമങ്ങളുടെ ഒരു അതിപ്രസര കാലഘട്ടമാണെന്ന് സാധാരണ പറയാറുണ്ട്. ആദ്യം കാണുന്ന മാധ്യമത്തിൽ വരുന്ന ന്യൂസ് എന്നെയും എന്റെ ജീവിതത്തിനെയും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അഡ്വർടൈസ്മെന്റ് കാണാനല്ലല്ലോ നമ്മൾ ന്യൂസ് ഡെയിലി വായിക്കുന്നത്. അപ്പൊ അത് ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എത്ര പേര് മൊബൈലിൽ തന്നെ പത്രങ്ങൾ വായിക്കുന്നു? സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അതെല്ലാം നിങ്ങൾക്കറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണോ? ആണല്ലേ? എല്ലാവരും. അത് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവരും സോഷ്യൽ മീഡിയയുടെ ഭാഗമായിട്ട് മാറിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ജിജു സാറ് ഈ സോഷ്യൽ മീഡിയ എന്താണ് എന്നൊന്ന് പറഞ്ഞു തുടങ്ങാമോ? അതിനെക്കുറിച്ച് ഒരു വിശദീകരണം കൊടുത്താട്ടെ. വൈ നോട്ട് അച്ഛാ? കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കൂട്ടത്തിൽ ചിന്തിച്ചത് വൺ വേ അല്ലെ യൂണി ഡയറക്ഷണൽ മീഡിയയെ കുറിച്ചായിരുന്നു. പത്രങ്ങൾ, ടെലിവിഷൻ, റേഡിയോ ഇതെല്ലാം യൂണി ഡയറക്ഷണൽ മീഡിയ ആണ്. പക്ഷേ അച്ഛാ, നമ്മൾ ശ്രദ്ധിച്ചതുവാ നോക്കിയാൽ സോഷ്യൽ മീഡിയ ബൈ ഡയറക്ഷണൽ മീഡിയയാണ്. നമ്മൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്, ചില വർഷങ്ങൾക്ക് പിൻപോട്ട് നോക്കിയാൽ ടുനീസിയയിൽ നടന്ന ഒരു ഒറ്റ സോഷ്യൽ മീഡിയയുടെ പോസ്റ്റിൻ്റെ കാരണം അറബ് സ്പ്രിംഗ് വരെ നടത്താൻ കഴിവുള്ള ഒരു മീഡിയ ആണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറഞ്ഞാൽ ഫേസ്ബുക്ക്, ട്വിറ്റർ, സ്നാപ്ചാറ്റ്സ് ഇങ്ങനെയൊക്കെയുള്ള പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. വെയർബൈ നമുക്ക് പരസ്പരം ആശയങ്ങൾ പങ്കിടാം. ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ഈ സോഷ്യൽ മീഡിയയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രതികരണങ്ങൾ ഉടൻ വരിക, അതിനെക്കുറിച്ച് വ്യത്യസ്തമായ ചിന്തകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്നു ചേരുക. അതായത് നമ്മൾ പത്രമൊക്കെ വായിക്കുകയാണെങ്കിൽ അത് നമ്മൾ വായിച്ചു മനസ്സിലാക്കി ആരും നമ്മളോട് പ്രതികരിക്കാൻ നേരത്തില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ആവശ്യമായ പ്രതികരണം അതാത് സമയം തന്നെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അത് തന്നെ. പിന്നെ വേറെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇറ്റ് ഈസ് എൻ അൺഎഡിറ്റഡ് മീഡിയ. പത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രതികരണങ്ങളെല്ലാം എഡിറ്ററിന് അയച്ചേച്ച് അത് ഫിൽട്ടർ ചെയ്തേച്ചേ അതിനെ പബ്ലിഷ് ചെയ്യാറുള്ളൂ. ഉടനെ ഈ പബ്ലിഷിംഗ് ഓൺലൈൻ എന്നുള്ളൊരു കൺസെപ്റ്റിനെ തന്നെ ഈ സോഷ്യൽ മീഡിയ വന്നേച്ച് യുവജനങ്ങളുടെ ജീവിതത്തിൽ തന്നെ പല രീതിയിൽ അതിനെ പോസിറ്റീവായിട്ടും അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടും വരുന്നുണ്ട്. ആദ്യത്തെ സോഷ്യൽ മീഡിയയെക്കുറിച്ച് ചിന്തിച്ചാൽ 1975 ആദ്യത്തെ സോഷ്യൽ മീഡിയ വന്ന് അതായിരുന്നു ഇമെയിൽ. എൻ്റെ ഒരു ആശയം അങ്ങോട്ട് ഞാൻ അയക്കുക,
ഉടൻ തന്നെ എനിക്കതിൻ്റെ റിപ്ലൈ കിട്ടുക. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എഴുത്തെഴുതിയാൽ 10 ദിവസം വെയിറ്റ് ചെയ്തേച്ച് എനിക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടത്തുള്ളായിരുന്നു. ചിലപ്പം ആ വിഷയത്തിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ. ഉടനെ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞേച്ച് ലോകത്തിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ ചിലതൊക്കെ യുവജനങ്ങളും ഈവൻ ഫോർ ടു ദ പോയിന്റ് ഓഫ് എൽഡേഴ്സ് അവരുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു കൺസെപ്റ്റാണ് സോഷ്യൽ മീഡിയ. ഉടനെ അച്ഛൻ മുൻപ് പറഞ്ഞ പോലെ അതിൻ്റെ ആദ്യത്തെ നെഗറ്റീവ് എഫക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ വളരെയധികം അവരുടെ പേഴ്സണാലിറ്റീനെ തന്നെ ഉടയ്ക്കുന്നു. ഇവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. അതായത് ഈ സോഷ്യൽ മീഡിയയിലെ എല്ലാവരും പങ്കാളികളാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? അങ്ങനെയാണെന്ന് വരികിൽ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരിക്കണമല്ലോ. ഗുണങ്ങളില്ല എന്ന് വരി നമ്മൾ ഇതിനെ ഒന്നും ഫോളോ ചെയ്തില്ല. ഈ ഗുണങ്ങളുള്ളതുപോലെ അത് നമുക്കൊരു അവസാന ഭാഗത്ത് നോക്കാം. ഈ ഗുണങ്ങളുള്ളതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പ്രവേശിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ദോഷങ്ങൾ നിങ്ങൾക്കുള്ളതായിട്ട് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് പറയാമോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാമോ? ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അടുത്തിടെ ക്ലാസ്സിലിരിക്കുമ്പം എനിക്ക് ചെറുതായിട്ടൊരു ഉറക്കം വരുന്നവരെ തോന്നി. അപ്പം 1-2 പീരീഡ് ആ ഉറക്കം നീണ്ടു നിൽക്കുകയും ചെയ്തു. അപ്പം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതൊന്നും അത്ര നല്ല ക്ലിയർ ആകുന്നില്ല. അതിന് കാരണം അന്വേഷിച്ചപ്പോഴാണ് ചിന്തിച്ചതിനിപ്പം മനസ്സിലായി. നമ്മൾ ഉറങ്ങേണ്ട സമയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉറങ്ങേണ്ടത് 10 തൊട്ട് 12 വരെയാണെന്നാണ് കേട്ടിട്ടുള്ളത്. നമ്മുടെ ബ്രഹ്മമുഹൂർത്തം. നമ്മൾ ആ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ക്ഷീണമൊന്നും തരത്തില്ല. പക്ഷേ ഞാൻ എല്ലാ ദിവസവും കിടക്കുന്നത് ഒരു 12-12:30 ആവും. കാരണം 10 തൊട്ട് ലൈറ്റ് റൂമിൽ ഓഫാക്കിയിട്ട് 12 വരെയൊക്കെ ഫോണിൽ വാട്സപ്പോ ഫേസ്ബുക്കോ സിനിമയോ ഒക്കെ കാണും. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു 10 മണിയാകുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 മണിയാകുമ്പോഴത്തേക്കും ഒരു 100-150 ലൈക്ക് കിട്ടും. ഷുവറായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാവരും ആ സമയത്താണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അപ്പം ഈ സമയത്ത് എന്താണെങ്കിലും നമ്മൾ ഉറങ്ങാതിരിക്കുന്നു. ആ ഉറങ്ങാതിരിക്കുന്ന ക്ഷീണം പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ ഈ ലൈക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഉറങ്ങാതിരിക്കുന്നു. ലൈക്ക് കിട്ടി കഴിഞ്ഞോട്ട് ഉറങ്ങാനും ഒക്കത്തില്ല. അപ്പം പിറ്റേ ദിവസം അതിന്റെ എഫക്റ്റ് ഇല്ല നമ്മുടെ ക്ലാസ്സിലും നമ്മുടെ പഠനത്തിലും ഒക്കെ വരും. അപ്പൊ അതൊരു നമ്മുടെ വ്യക്തിത്വത്തിന് തന്നെ ഒരു പ്രശ്നമായിട്ട് വരുന്ന കാര്യം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഉറങ്ങേണ്ട സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇരിക്കും, ആ ലൈക്ക് കിട്ടാനായിട്ടൊക്കെ നോക്കിയിരിക്കും. അവസാനം പിന്നെ ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ഉറങ്ങും. അപ്പോൾ പിന്നെ പഠിപ്പിക്കുന്ന വല്ലതും മനസ്സിലാകുമോ? അപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ട് കുറേ ലൈക്ക് നമുക്ക് കിട്ടും. പക്ഷെ വരിയിൽ എൻ്റെ ലൈഫിൻ്റെ പല ഉദ്ദേശങ്ങളും പേർപ്പസുകൾ നിവർത്തിപ്പാൻ എനിക്ക് അവിടെ സാധിക്കാതെ കണ്ടു പോകുന്നു. എൻ്റെ പഠനത്തെ അത് ബാധിക്കുന്നു, എൻ്റെ വ്യക്തിത്വത്തെ അത് ബാധിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു. വേറെ ഏതെങ്കിലും ദോഷം? യെസ്, മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഇന്ന ദിവസം ഹർത്താലാണ്, ഇന്ന ദിവസം അവധിയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ മിസ്ഇൻഫോർമേഷൻസ് പാസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ പലരും ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കാരണം ഒത്തിരി കൺഫ്യൂഷൻസും കെയോസും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം മിക്കവാറും എല്ലാ ആഴ്ചയും തന്നെ അതായത് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള പല അറിയിപ്പുകളും അത് ശരിയാകണമെന്നില്ല. തെറ്റായ അറിയിപ്പുകൾ ദോഷകരമായി നമ്മളെ ബാധിക്കാം. ബിൻസായ് സാറ് അത് എഗ്രി ചെയ്യുന്നുണ്ടോ അതിനോടുകൂടി? അങ്ങനെയുള്ള ഒരു തെറ്റായ അറിവുകൾ കൂടുതലായിട്ട് ഇതിലൂടെ കിട്ടുമെന്ന് പറയുന്നതിൻ്റെ എന്തുമാത്രം അർത്ഥമുണ്ട് അതിനകത്ത്? തീർച്ചയായിട്ടും. കാരണം കുട്ടികൾ പലപ്പോഴും നമ്മളോട് തന്നെ വന്ന് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു കാര്യം ശരിയാണോ, ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ? പലപ്പോഴും നേരത്തെ ആദ്യം സാർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു എഡിറ്റ് ചെയ്യപ്പെടാത്ത ഒരു വേർഷനാണ്. ഇതിൻ്റെ ഉറവിടം തന്നെ കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ കുട്ടികൾ പലപ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടികൾ പോലും പലപ്പോഴും ഈ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്ന ഒരു കേസ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. പലപ്പോഴും കുട്ടികൾ അതേ ഒരു ടെൻഡൻസിയിലേക്കാണ് വരുന്നത്. ക്ലാസ്സിലിരിക്കുമ്പോഴും കഴിഞ്ഞ ദിവസം രാത്രി കിട്ടിയ ലൈക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ചിന്ത കുട്ടികളുണ്ട് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ആനി ടീച്ചർ ഈ കുട്ടികളുമായിട്ട് ഒരുപാട് മിങ്കിൾ ചെയ്യുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ആളാണല്ലോ. ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കുട്ടികളിൽ ഏതെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഗുണകരമായിട്ടോ ദോഷകരമായിട്ടോ ഏതെങ്കിലും രീതിയിൽ? റിസർച്ചുകൾ തന്നെ പറയുന്നുണ്ട്, ഇന്ത്യയിലെ ഒരു യൂത്ത് അല്ലെങ്കിൽ ആവറേജ് യൂത്ത് അവരുടെ 1/3 എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു എന്നാണ്. അതിൽ തന്നെ കുട്ടികളോട് ചോദിച്ചാൽ പറയും സോഷ്യൽ മീഡിയയുടെ പ്രയോജനങ്ങൾ. സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് അല്ല, ഫോർമൽ ആയിട്ടുള്ള ഫോറംസ് ഉണ്ട്. ലിങ്ക്ഡിൻ അതൊരു പ്രൊഫഷണൽ ഫോറമാണ്. പ്ലേസ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള പ്രൊഫഷണൽ ഫോറമാണ്. കുട്ടികൾ കൂടുതലും ഷെയർ ചെയ്യുന്നത് അവരുടെ ഫോട്ടോസ്, അവരുടെ കമൻറ്റ്സ്, ഗോസിപ്സ്, ഏറ്റവും കൂടുതൽ ഗോസിപ്സ്, ഫേക്ക് ന്യൂസ്, ഇതാണ് കൂടുതലും സ്പ്രെഡ് ചെയ്യുന്നത്. ഇൻഫോർമേറ്റീവായിട്ട് എത്രത്തോളം ഇവർ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പിൽ ഇൻഫോർമേഷൻ
പാസ് ചെയ്യുന്നു എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. ഫേക്ക് ന്യൂസുകളാണ് കൂടുതലും ഇതിലെങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നത്. അത് നിങ്ങളെ ദോഷകരമായിട്ട് ബാധിക്കുന്നു എന്നാണ് ടീച്ചറിന്റെ ഒരു അഭിപ്രായം. ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കാം. ഫേക്ക് ന്യൂസുകൾ കൂടുതൽ കുട്ടികളെ അല്ല അഫക്ട് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്നത് കൂടുതൽ അമ്മമാരും അമ്മൂമ്മമാരുമാണ്. ഒരു കുട്ടിയും ഒരു പ്രാവശ്യം ഒരു ന്യൂസ് കണ്ടു എന്ന് വെച്ച് അത് ട്രൈ ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തുള്ളൊരു ആൻറ്റി ഫേസ്ബുക്കിൽ എവിടെയോ കണ്ടു ആസിഡ് വിനാഗിരി വെള്ളം കൂടെ കുടിക്കുവാണെങ്കിൽ വണ്ണം കുറയുമെന്ന്. ആൻറ്റി അത് നോക്കിയില്ല, അതെടുത്ത് കുടിച്ചു. അവസരം ഹോസ്പിറ്റലിൽ അങ്ങനെ കൊണ്ടുപോയത്. അപ്പം ഒരു കുട്ടിയെന്ന് വെച്ചാൽ ഇതുപോലെ ദോഷകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് വരുമ്പോൾ കണ്ണടച്ച് അത് നമ്മൾ അങ്ങ് ഫോളോ ചെയ്യും. അതെ, അത് യൂത്ത് ഒരിക്കലും അങ്ങനെയില്ല. കാരണം യൂത്ത് കുറച്ച് എന്താ അവർ ആ ഒരു ട്രെൻഡിൽ നിൽക്കുന്നവരാണ്. അവർക്ക് അറിയാം ഇത് ഒരു സൈറ്റ് പറയുന്നതല്ല വേറൊരു സൈറ്റ് പറയുന്നത്. വിനാഗിരി ഒന്നും കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയം ബാക്കിയുള്ളവർക്ക് കുറച്ചുകൂടെ മുതിർന്നവർക്ക് ആ ഒരു അത്ര ഇൻഫർമേഷൻ ലഭിച്ച് കാണുകയല്ല. ഇദ്ദേഹം എന്തോ പറയാനായിട്ട് ശ്രമിക്കുകയാണല്ലോ. ഒരു ന്യൂ ട്രെൻഡ് അല്ലെങ്കിൽ സ്റ്റൈൽ ഫാഷൻ അവർ ഫോളോ ചെയ്യാണ്. എന്തിന്റെ പാഷൻ പുതുമയല്ലേ പുതുവിന്റെ മാർഗത്തിലൂടെ പോകാനാണ് ശ്രമിക്കുന്നത്. ഇതിപ്പോ യൂത്ത് എന്നില്ല, ഏത് പ്രായത്തിലുള്ളവരും നമ്മളിപ്പം പത്രങ്ങളിലും ന്യൂസ് പേപ്പറിലും അതുപോലെ സോഷ്യൽ മീഡിയകളിലും കണ്ടു. ഈ മെട്രോയുടെ മുമ്പിലോ അല്ലെങ്കിൽ നിൽക്കുന്ന യൂത്തോ കൊച്ചു കുട്ടികളോ അല്ല, വളരെ പ്രായം ചെന്നവരും ജോലിക്ക് പോകുന്നവരും വരെയാണ് ഈ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ സമൂഹം നമുക്ക് നേരെ ചൂണ്ടുമ്പോൾ എപ്പോഴും നാം പറയുന്നത് യൂത്തിനെ മാത്രമാണ്. അല്ല, യൂത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയാണല്ലോ ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്ത്. ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കുകയാണല്ലോ. ഫാദർ, മെയിനായിട്ട് ഈ ഫേസ്ബുക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ റാറ്റ് റേസ് ആണ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ കുട്ടികളുടെ യഥാർത്ഥ കോമ്പറ്റീഷൻ വരുന്നത് പഠനത്തിലാണ്. ആ കോമ്പറ്റീഷനെ മറന്നിട്ട് വേണ്ട മറ്റു കോമ്പറ്റീഷൻ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ഫോട്ടോ ഇടുന്നു, ആ ഫോട്ടോ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു ഡൈവേർഷനാണ് അവിടെ വരുന്നത്. പ്രധാനപ്പെട്ടതിൽ നിന്ന് ശ്രദ്ധയെ മറ്റു പലതിലേക്കും തിരിച്ച് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താനുള്ള ഒരു പ്രവണത ഇന്ന് കൂടി വരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ, ഇദ്ദേഹം പറഞ്ഞാട്ടെ. ഇപ്പം കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഐഡന്റിറ്റിയും നമ്മുടെ പ്രൊഫൈലും മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു പേരിലും മറ്റൊരു ഐഡന്റിറ്റിയിലും നമ്മൾ ഫേസ്ബുക്കിൽ പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു. അത് വെച്ച് ലോകമെമ്പാടുമുള്ള ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതിന് ടെക്നിക്കലി പറയുന്ന ഒരു ടേം എന്ന് വെച്ചാൽ സൈബർ ബുള്ളിംഗ് എന്ന് പറയും. ഈ ഫേക്ക് ഐഡന്റിറ്റി വെച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സൈബർ ബുള്ളിംഗ്. അപ്പോൾ തീർച്ചയായും അതുകൊണ്ട് ഫേസ്ബുക്ക് എന്നൊരു വിശേഷണം തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ഫേസ്ബുക്കിന് വളരെ അനുയോജ്യമാണ്. അതായത് നമ്മൾ ശരിക്കും കള്ളത്തരം ചെയ്യാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒരു മാധ്യമമായിട്ട് ഇത് തീർന്നിരിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. ഇദ്ദേഹം എന്തോ പറയാൻ? സോഷ്യൽ മീഡിയയും സെൽഫിയും ഒക്കെ പ്രചാരത്തിൽ വരുന്നതിന് മുമ്പ് പോലും നമുക്ക് പലർക്കും നമ്മുടെ ചെറിയ ആവശ്യങ്ങൾ പോലും മറ്റുള്ളവരെ ആശ്രയിക്കാൻ ഒരു മനോഭാവം ഉണ്ടായിരുന്നു. ഇപ്പോൾ സെൽഫിയൊക്കെ വന്നതോടുകൂടി നമ്മളിലേക്ക് തന്നെ ഒതുങ്ങുക, നമുക്ക് തന്നെ എല്ലാം ചെയ്യാനാവും എന്നൊരു തെറ്റായ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെ സോഷ്യൽ മീഡിയയ്ക്കും സെൽഫിക്കും ഒക്കെ ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് സോഷ്യൽ മീഡിയ പലപ്പോഴും നമ്മളിലേക്ക് തന്നെ ഒതുക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അല്ലേ? അത് മറ്റൊരാളിൽ ആശ്രയിക്കാതെ തന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടത്തിപ്പാനായിട്ടും അറിയിപ്പാനായിട്ടും എടുക്കാനായിട്ടും എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അല്ലേ? അപ്പം നിങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതായുള്ള സംഗതികളാണ് സോഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞത്. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഞങ്ങൾ എന്താണോ അതല്ലാതാക്കി തീർക്കാൻ ഇടയാകുന്നു. പലപ്പോഴും പല കള്ളത്തരങ്ങൾ ചെയ്യുവാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. വേറെ ഒരു ഐഡൻറ്റിറ്റിയിൽ ഞങ്ങളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നു. തെറ്റായ ഒരുപാട് കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ഇടയാകുകയും ആ തെറ്റിനെ ഫോളോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അബദ്ധങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇദ്ദേഹം എന്തോ പറയാനായിട്ട് ശ്രമിക്കാമല്ലോ, പറഞ്ഞാട്ടെ. ഈ ചർച്ച കേട്ടപ്പോഴാണ് തോന്നുന്നത് നമ്മൾ ഈ ആദ്യം മീഡിയ എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് വസ്തുതകൾ എത്തിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു. പിന്നെ അത് പതുക്കെ സോഷ്യൽ മീഡിയയിലോട്ട് മാറി ഒരു 2-വേ കമ്മ്യൂണിക്കേഷനായി. പിന്നെ ഇപ്പം നിലനിൽക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയും കടന്ന് ഒപ്പീനിയനേറ്റഡ് മീഡിയ എന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മൾ വസ്തുതകളല്ല പലപ്പോഴും ഷെയർ ചെയ്യപ്പെടുന്നത്, നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മളൊരു ന്യൂസായി, ഒരു വാർത്തയായി, അല്ലെങ്കിൽ ഒരു പോസ്റ്റായി നമ്മൾ ഷെയർ ചെയ്യുകയാണ്. കാണുന്ന ഒരുപാട് ആൾക്കാർ ഈ അഭിപ്രായങ്ങളെ, മറ്റൊരാളുടെ അഭിപ്രായത്തെയാണ് നമ്മൾ മാനിക്കുന്നത്. വസ്തുത അവിടെ പലപ്പോഴും നമ്മൾ കാണുന്നില്ല. ഇതിനിടയ്ക്ക് ഇദ്ദേഹം അവിടെ നിന്നുകൊണ്ട് സൂചിപ്പിച്ചു ഈ സെൽഫി എന്നൊരു വാക്ക് പ്രത്യേകിച്ച് എടുത്തു പറയുവാനായിട്ട് ഇടയായിട്ട്. നിങ്ങളെല്ലാവരും സെൽഫി എടുക്കുന്നവരല്ലേ? ആണോ? ആണ് അല്ലേ? ഈ സെൽഫി എടുക്കുന്നതുകൊണ്ട് എന്നാ എന്ത് ദോഷമാണ് നമുക്കുള്ളത്? നല്ല രസമല്ലേ സെൽഫി എടുത്ത് നമ്മുടെ പടമൊക്കെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നത്? അതുകൊണ്ട് എന്തെങ്കിലും ദോഷം വല്ലതും ഉണ്ടോ? ഇദ്ദേഹം എന്തോ ദോഷത്തെക്കുറിച്ച് പറയാനായിട്ട് പോകാനല്ലോ, ഒന്ന് പറഞ്ഞാട്ടെ.
സെൽഫി എടുക്കുന്നതിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. സെൽഫി എടുക്കുന്നതോടൊപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സെൽഫി എടുക്കാൻ നമ്മൾ പലപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. ഒന്നുകിൽ ഒരു ട്രെയിനിൻ്റെ മുന്നിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വലിയ മലയുടെ കയറിൽ അതിൻ്റെ പീക്ക് പോയിന്റിൽ നിന്നോ ഒക്കെ അങ്ങനെ ഒരുപാട് അപകട സാധ്യതകളെ നമ്മൾ വിളിച്ചു വരുത്തുന്നു. അതോടെ ഒരു യുവത്വത്തിൽ നിൽക്കുന്ന ഒരു ആളാണെങ്കിൽ തീർച്ചയായും അവരുടെ വിയോഗം ആ കുടുംബത്തെയും പിന്നീട് ആ കുടുംബത്തിൻ്റെ ഒരു ജീവിത ശൈലിയെ തന്നെ ഒരുപാട് മാറ്റാൻ. സെൽഫി എടുക്കാനുള്ള പരാക്രമത്തിൽ പലരും അപകടത്തിൽപ്പെട്ട് മരിപ്പാനായിട്ട് ഇടയായിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമ്മൾ ഒരുപാട് മാധ്യമങ്ങളിൽ അത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ പോലും സ്വന്തം ജീവിതത്തെ ഹനിച്ചുകൊണ്ട് പോലും ഫേസ്ബുക്കിലും സെൽഫി എനിക്ക് എടുക്കണം, അത് തന്നെ എന്റെ ജീവൻ പോയാലും വേണ്ടിയില്ല, സെൽഫി എനിക്ക് എടുക്കണം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്ന അതിന്റെ അർത്ഥം എന്നാ പറഞ്ഞാട്ടെ? നാർസിസം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് വന്നത് ഒരു കഥയിൽ നിന്നാണ്. ഒരാൾ തൻ്റെ സൗന്ദര്യം, വളരെ സൗന്ദര്യമുള്ളൊരു വ്യക്തി തൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി ജലത്തിൽ നോക്കി, നദിയിൽ നോക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നദി തൻ്റെ സൗന്ദര്യം ഇയാളുടെ കണ്ണിലെ കൃഷ്ണമണിയിലൂടെ കാണുന്നു. അവസാനം ഈ വ്യക്തി തൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ഈ നദിയിൽ തന്നെ വീണ് മരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ വലിയ കുന്നിന്റെ നാർസിസം എല്ലാ മരണത്തിലേക്ക് നയിക്കണമെന്നില്ല. നയിക്കണമെന്നില്ല എന്ന് പറയുന്നത് ഞാൻ എന്നിൽ തന്നെ അമിതമായിട്ട് പുകഴുന്ന ഒരനുഭവമാണ്. ഞാൻ ഈ സെൽഫി ഫോട്ടോ എടുത്തിട്ട് എൻ്റെ സൗന്ദര്യം കണ്ട് ഞാൻ അങ്ങ് ആസ്വദിക്കുക. അങ്ങനെ ആസ്വദിച്ച് നാർസിസം എന്ന ഒരു ഡിസോർഡറിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആയിട്ട് ഇപ്പം വരുന്നുണ്ട്. അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ചിന്നു സാറേ, ഈ കുട്ടികളുടെ ഇടയിൽ ഈ സെൽഫി മുഖാന്തരമുള്ള അല്ലെന്ന് വരികിൽ ഈ സോഷ്യൽ മീഡിയ മുഖാന്തരമുള്ള അപകടങ്ങൾ എന്തെങ്കിലും ഇവരുമായിട്ടുള്ള ബന്ധത്തിൽ സാറിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? സെൽഫിയുടെ എന്നല്ല, ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇവർ ശരിക്കും ഒരു വിർച്വൽ റിയാലിറ്റിയിലാണ് ജീവിക്കുന്നത്. ഇപ്പം ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ ഇതായിരിക്കും. ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പാണെങ്കിലും ശരി, ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു, ഫസ്റ്റ് പ്രയോറിറ്റി എക്സാം ആയിരിക്കില്ല, എൻ്റെ ഫോട്ടോയ്ക്ക് എത്ര ലൈക്ക് കിട്ടി, അതിന്റെ അപ്ഡേറ്റ്സ് പ്രയോറിറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാകും. ജിജു സാറിന് എന്തോ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഈ സോഷ്യൽ മീഡിയ അപ്പാടെ നമ്മളെ അങ്ങ് തകർത്ത് കളയുന്ന സംഗതിയാണോ? അങ്ങനല്ല അച്ഛാ, അതൊരു ഭാഗം. എവറി കോയിൻ ഹാസ് ടു സൈഡ്സ് എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഹെഡ്സ് നമ്മൾ നോക്കി ഇനിയിപ്പം ടെയിൽസിലോട്ട് മടങ്ങി വന്നാൽ വളരെയധികം ഗുണകരമായ ഒരു മീഡിയ ആണ് സോഷ്യൽ മീഡിയ. ഇപ്പം തന്നെ ഈ സ്റ്റുഡൻറ് ലൈഫ് തന്നെ എടുത്ത് നോക്കിയാൽ പല സ്റ്റുഡൻസ് പറയാറുണ്ട്, അവർ തന്നെ അവർക്ക് വേണ്ടിയായിട്ടുള്ള ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുന്നു. ആ ഗ്രൂപ്പിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള പോസ്റ്റ്സ് കൊടുത്തേച്ച് അന്യോന്യം മോട്ടിവേഷൻസ് ഷെയർ ചെയ്യുന്നു. ആ ഗ്രൂപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ വേണമെങ്കിൽ സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്നു. അങ്ങനത്തൊക്കെയുള്ള പല ഗുഡ് സൈഡ്സ് സോഷ്യൽ മീഡിയ ഉണ്ട്. അത് കൂടാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് അറിവുകൾ വർദ്ധിക്കാനുള്ള കഴിവുകളും ഉണ്ട്. പല ചാനൽസ്, ഡിസ്കവറി ചാനലായി ഇങ്ങനത്തെ പല അറിവ് നൽകുന്ന ചാനൽസ് വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. മെയിൻ ലൈൻ ന്യൂസ് മീഡിയ വരെ ഇപ്പം സോഷ്യൽ മീഡിയ ത്രൂ ആണ് നമുക്ക് ന്യൂസുകൾ എത്തിച്ചു തരുന്നത് നിമിഷത്തിന്. ട്വിറ്റർ ഫീഡ്സ് നോക്കിക്കഴിഞ്ഞാൽ സകല ന്യൂസ് ചാനൽസിൻ്റെയും ഫീഡ്സ് അവിടെ വരുന്നുണ്ട്. ഉടനെ മുമ്പ് പറഞ്ഞ പോലെ ഒരു വാർത്ത തെറ്റാന്ന് പറയുമ്പോൾ നമുക്ക് വേറെ മറുഭാഗം നോക്കിക്കഴിഞ്ഞാൽ ന്യൂസ് മീഡിയാസ്, ന്യൂസ് ചാനൽസ് വരെ അവരുടെയായിട്ടുള്ള ട്വിറ്റർ ഹാൻഡിൽസും അവരുടെയായിട്ടുള്ള ഫേസ്ബുക്ക് പേജസും വെച്ച് ഈ ന്യൂസിനെ വാലിഡേറ്റ് ചെയ്യാനുള്ള കഴിവ് അവർ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പം നമുക്ക് ലോകത്തിൽ എവിടെ നടക്കുന്ന കാര്യങ്ങളും അറിയുവാനായിട്ടുള്ള ഒരു സംവിധാനം കൂടിയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് പറയാനുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ദോഷമായിട്ട് നമുക്കിന്ന് കാണാൻ പറ്റുന്നത് റോങ് റിലേഷൻഷിപ്സ് ആണ്. ആസ് എ ഗേൾ എനിക്ക് പറയാൻ പറ്റും, എനിക്കൊരു അക്കൗണ്ടിൽ നിന്നൊരു മെസ്സേജ് വന്നാൽ അത് ആരായിരിക്കും എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, അത് എനിക്ക് മാത്രമൊന്നല്ല എല്ലാ ഗേൾസിനും അത് കാണും. അപ്പം ഒരു ഹലോ ഇങ്ങോട്ട് വന്നാൽ തിരിച്ച് ഹായ് ആയിരിക്കുമല്ല, പരം ഹു ആർ യു, ഇച്ചിരി കുറച്ച് ദേഷ്യത്തോടെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. എന്നാൽ പോലും ഹു ആർ യു എന്ന് ചോദിക്കാനുള്ള ടെൻഡൻസി എനിക്ക് വരും. പക്ഷെ അത് ചോദിക്കരുത് എന്ന് പറയാൻ എൻ്റെ പേരൻസ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കൗമാരക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക്, യുവജനങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാകും. ആ ടെൻഡൻസിയിൽ നിന്ന് നമ്മൾ തിരിച്ചു പ്രതികരിക്കുമ്പോൾ അത് പലപ്പോഴും നമ്മളെ തെറ്റായ റിലേഷൻഷിപ്പിലേക്ക് നയിപ്പാൻ ഇടയാകും എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. വളരെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനേകര് ഇതുപോലെയുള്ള ഒരു മിസ് കോളിന് തിരിച്ചു വിളിച്ച് ഒരുപാട് അപകടങ്ങളിൽ ചാടിയിട്ടുണ്ട്
എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. റിലേഷൻഷിപ്സിൻ്റെ കാര്യം ഫ്രണ്ട് സൂചിപ്പിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തേ. നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് മാറിയിരിക്കുകയാണ് റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി നമ്മുടെ ഫാമിലിയിൽ. നമ്മളെ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് വാല്യൂസ് ഉണ്ടായിരുന്നു, അവർ തമ്മിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ദിവസവും കോളേജിലല്ലേ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ നമ്മളിപ്പം എത്ര ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്? വന്നപാട് നമ്മൾ വീട്ടിൽ ഫോൺ എടുക്കുക, എത്ര മെസ്സേജസ് വന്നിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ബ്രദേഴ്സ് ഡേ, അങ്ങനെ ഒരുപാട് ഡേയ്സ് ഉണ്ട്. ഒരുപക്ഷെ മദേഴ്സ് ഡേ വരുമ്പോഴത്തേക്കും ഒരു കാര്യത്തിലും മോൻ ചിലപ്പോൾ അമ്മയെ സഹായിക്കാറില്ലായിരിക്കും. ഓടി ചെന്ന് അമ്മയോടൊരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഹാപ്പി മദേഴ്സ് ഡേ അമ്മ എന്ന് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കാണുന്നവരെല്ലാം വിചാരിക്കും അമ്മയായിട്ട് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യത്തിലും സഹായിക്കാറ് പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സൊസൈറ്റിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം നമ്മളെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. ബന്ധങ്ങള് ഇത് ഒരുപാട് രീതിയിൽ ദോഷകരമായിട്ട് ബാധിക്കും. ആരോഗ്യപരമായ ബന്ധത്തിന് പകരം പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ നമ്മളിലേക്ക് തന്നെ ഒതുക്കുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഞാൻ ചുരുക്കി പറയുന്നത്, ഇതെല്ലാം നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിച്ചുകൊണ്ടായിരിക്കുന്നത്. ഞാനല്ലാതായി തീരുകയാണ്, എൻ്റെ ഐഡൻറ്റിറ്റി അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വസ്തുത നമ്മൾ ഓർത്തിരിക്കുന്നത് നന്നായി. യെസ്, ഇദ്ദേഹം പറഞ്ഞാട്ടെ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഈഗോസെൻട്രിക്കായി പോവുകയാണ്. പണ്ടൊരു കാലത്ത് ചായക്കടകളും ബസ് സ്റ്റോപ്പുകളെല്ലാം നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു. വൈകുന്നേരങ്ങളിലാണെങ്കിൽ നമ്മുടെ അച്ഛന്മാരാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലൊക്കെ തന്നെ ചായക്കടകളിലും ബസ് സ്റ്റോപ്പുകളിലും ബസ്സുകളിലും ട്രെയിനുകളിലെല്ലാം ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നൊരു സംസ്കാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് എവിടെ നോക്കിയാലും കുനിഞ്ഞിരിക്കുന്ന തലകൾ മാത്രമേ കാണുള്ളൂ. നമ്മുടെ കയ്യിലൊരു ഫോൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ടാബ് ഉണ്ടാവും. നമ്മുടെ സംസ്കാരം എല്ലാവരും ഒരു തൂക്കലും തോണ്ടലുമാണ്. നമ്മുടെ സംസ്കാരം തന്നെ മാറിപ്പോവുകയാണ്. ഇതിനൊപ്പം തന്നെ സംഭവിക്കുന്ന വേറൊരു കാര്യം, നമ്മുടെ ഭാഷകളെല്ലാം വൈകൃതമായി പോവുകയാണ്. മലയാള ഭാഷയാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും വളരെ മനോഹരമായ ഭാഷകളാണ് രണ്ടും. പക്ഷെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഭാഷകളെല്ലാം ഭയങ്കര വൈകൃതമായിട്ടുള്ള വാക്കുകളും ഭാഷകളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും തമിഴും എല്ലാം കൂടെ മിക്സ് ചെയ്ത് പറഞ്ഞു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് നമ്മൾ ഭാഷകള് ശരിയായ രീതിയിൽ ഗ്രാമറും ഒക്കെ വെച്ച് പഠിക്കും. പക്ഷെ ഈ സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനെ ഒരു ഭാഷയുടെ ആവശ്യമില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പ്രത്യേക ഭാഷ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ഭാഷ എന്ന് പറയുന്നത് ഗ്രാമറുമില്ല, സ്പെല്ലിങ്ങുമില്ല, അതിൻ്റെ അർത്ഥവും വേറെയാണ്. ഇങ്ങനെയൊരു ഭാഷയാണ്. അങ്ങനെ വരുമ്പോൾ ശരിയായ ഭാഷയെ നമ്മൾ വെല്ലുവിളിക്കുകയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കുറെ നേരമായല്ലോ അദ്ദേഹത്തിന് എന്തോ പറയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ശരിയായ ഭാഷ എന്നാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഷ. ഇപ്പൊ ശുദ്ധ മലയാളത്തിലാണെങ്കിൽ സംസ്കൃതവും തമിഴും ഇല്ലേ, അതുപോലെ തന്നെ ഇവോൾവ് ചെയ്ത് ഇപ്പൊ ഇംഗ്ലീഷ് വന്നാൽ ഇംഗ്ലീഷൂടെയും അക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ എത്ര പേര് ഡെയിലി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്? ഡെയിലി പോയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്? ആരും തന്നെ കാണുകയില്ല. ഇപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് തീരെ കുഞ്ഞു പിള്ളേരും അല്ലെങ്കിൽ മുതിർന്നവരും മാത്രമാണ്. ഇപ്പോൾ എല്ലാവരും തന്നെ കോളേജ് സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്കും അല്ലെങ്കിൽ സ്നാപ്ചാറ്റിലേക്കും ഒക്കെ പോവുകയാണ്. പ്രൈവസി എന്ന വിഷയം തീരെ ഒരു വിഷയം തന്നെ ഉദിക്കുന്നില്ല. കാരണം നമ്മൾ അടുത്തുള്ള ഫ്രണ്ട്സിന് മാത്രമേ നമ്മുടെ ഫോട്ടോസ് കാണാനും പറ്റത്തുള്ളൂ. ഇപ്പോൾ സ്നാപ്ചാറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടുന്ന പോസ്റ്റുകൾ വിത്തിൻ മിനിറ്റുകൾ ഓട്ടോമാറ്റിക്കലി റിമൂവ് ആകുന്നുണ്ട്. അപ്പോൾ അടുത്തുള്ള ഇപ്പം നമ്മുടെ വീട്ടിലൊരു ജനനമോ അല്ലെങ്കിൽ ഒരു മരണം ഉണ്ടായാൽ എല്ലാവരെയും വിളിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് ഇപ്പം സ്നാപ്ചാറ്റിൽ പോലും മെസ്സേജ് അയക്കുവാണെങ്കിൽ അത് പ്രൈവസി ഒരിക്കലും എഫക്ട് ചെയ്യുകയല്ല. അതിന്റെ ഗുണവശത്തെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞ കുറച്ചു നേരമായിട്ട് അതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയാനായിട്ട് ഒരു ശ്രമം നടത്തിക്കൊണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് വല്ല പറയാനുണ്ട്? വല്ല ഗുണമുണ്ടോ ഈ സോഷ്യൽ മീഡിയയിൽ പ്രവേശിക്കുന്നത് കൊണ്ട്? അദ്ദേഹം ഒരുപാട് ഗുണങ്ങളൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. പറഞ്ഞാൽ ഏതൊരു വസ്തുവിനും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. നമുക്ക് ഒന്നിന്റെയും നെഗറ്റീവ് മാത്രം പറയാൻ പറ്റില്ല. അതുപോലെ സോഷ്യൽ മീഡിയയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. എല്ലാ ഫീൽഡിലും സോഷ്യൽ മീഡിയ നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഡിജിറ്റൽ വേൾഡിലാണ് ഡിജിറ്റൽ വേൾഡിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പം എഡ്യൂക്കേഷൻ ആണെങ്കിലും ജോബ് ആണെങ്കിലും എന്തിലും നമുക്ക് കമ്പ്യൂട്ടറിൻ്റെയും നെറ്റിൻ്റെയും ഫോണിൻ്റെയും ഒക്കെ ആവശ്യമുണ്ട്. നമ്മുടെ പഠന കാര്യങ്ങളിൽ ഓഫീസിലും എന്തിനും ഇപ്പം പാൻ കാർഡും എല്ലാം നാം ഐഡന്റിറ്റി കാർഡ് വരെ നമുക്ക് ഡിജിറ്റലൈസ്ഡ് മാർഗത്തിലൂടെയാണ് നാം കൊണ്ടുപോകുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയാസ് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ നാം തന്നെ നമുക്കൊരു വര അല്ലെ ലിമിറ്റ് ഉണ്ടാക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളതിനെ ഇദ്ദേഹം സപ്പോർട്ട് ചെയ്താണ് പറയുന്നത് കേട്ടോ. ഇപ്പം ഈ ലോകത്തിൻ്റെ ഏതു ഭാഗത്തിരിക്കുന്ന ആളുകളുമായിട്ടും നമുക്ക് ബന്ധപ്പെടാൻ ഒക്കത്തില്ലേ? അവരെ കണ്ടുകൊണ്ട് സംസാരിക്കാൻ ഒക്കത്തില്ലേ? ബന്ധങ്ങൾ മുറിയാണോ? അപ്പോൾ ബന്ധങ്ങൾ കൂടുകയല്ലയോ ചെയ്യുന്നത്? ഇവിടെ നിന്ന് ദൂരെ ഇരിക്കുന്ന ഒരാളെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ അവരുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്?
ലോകത്തിന്റെ പല കോണിലൂടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ളവരെ നാം അറിയുന്നില്ല. എന്നാൽ രാജ്യങ്ങൾക്കപ്പുറമുള്ളവരുടെയും അകലെയുള്ളവർക്കും പനിയുണ്ടോ സുഖാണെന്ന് നമുക്ക് അന്വേഷിക്കാം. അതിപ്പോ വീട്ടിൽ തന്നെയാണെന്ന് വരികില് ഈ അപ്പന് മക്കളെ വിളിക്കുന്നത് മൊബൈലിൽ കൂടെ വിളിക്കുന്നത്. ഈ കഴിക്കാൻ വരാനായിട്ട് ഒരു മുറിയിൽ മോൻ ഇരിക്കുക, അപ്പനെ മറ്റെടുത്തിരിക്കുക, മോനെ കഴിക്കാൻ വന്ന് മൊബൈലിൽ കൂടെ വിളിക്കുന്നത്. നല്ല സൗകര്യമല്ലയോ അത്? അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കുമ്പോ അപ്പനും മോനും തമ്മിൽ റിലേഷന് എന്താണ്? ഒരു മീഡിയ റിലേഷൻ ആണ് ഒരു അപ്പനും മോനും തമ്മിൽ ഉണ്ടാകേണ്ടത്. ആ വാക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മീഡിയ റിലേഷൻഷിപ്പാണ് ഇന്ന് ഡെവലപ്പ് ചെയ്യുന്നത്. വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെക്കാൾ കൂടുതലായിട്ട് മീഡിയ റിലേഷൻഷിപ്പ് വളർന്നു വരിക. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വ്യക്തിത്വത്തിൽ ആവശ്യമായ വളർച്ചയല്ല തളർച്ചയാണ് നമുക്കവിടെ ഉണ്ടാകാനായിട്ട് പോകുന്നത്. അവിടെ മൂല്യശോഷണമാണ് നമുക്ക് വരാനായിട്ട് പോകുന്നത്. ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കാനുള്ള പറഞ്ഞാട്ടെ. സുഹൃത്ത് നേരത്തെ പറയണ്ടായി ഓപ്പർച്യൂണിറ്റി എന്ന വേർഡ്. ഇപ്പോൾ നമ്മൾക്ക് പലർക്കും പല കഴിവുകളുണ്ടാവും. ഫോട്ടോ എടുക്കുന്നവരുണ്ടാവും, ഡാൻസ് ചെയ്യുന്നവരുണ്ടാവും, പാടുന്നവരുണ്ടാവും, എഴുതുന്നവരുണ്ടാവും. പക്ഷേ അതൊന്നും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള വേദി കിട്ടാറില്ല പലപ്പോഴും. പക്ഷേ ഫേസ്ബുക്ക് ആവട്ടെ, സോഷ്യൽ മീഡിയ ആവട്ടെ, അതിനൊരു വേദി നൽകുന്നുണ്ട്. ഇപ്പം നമുക്ക് ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് പാടിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പുറത്തേക്ക് വന്ന് വലിയ ഗായകരാവുന്നു, എഴുത്തുകാരാവുന്നു. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി. ഗുണങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ അഭിപ്രായം പറയുന്നത് നമ്മുടെ സ്കില്ലും എല്ലാവരിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയ നമ്മുടെ അഭിപ്രായം പറയുക മാത്രമല്ല, നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു പല രീതിയിൽ. നമുക്ക് കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. പലരെയും അറിയിക്കാനുള്ള അറിയിപ്പുകൾ എത്രയും പെട്ടെന്ന് അറിയിപ്പാനായിട്ട് സാധിക്കുന്നു. ഇതെല്ലാം ഗുണമാകുകയോ ദോഷമാകുകയോ ചെയ്യുന്നത് നമ്മളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഏത് വസ്തുത എടുത്താലും അതിനൊരു ഗുണമുണ്ട്, അതിനൊരു ദോഷമുണ്ട്. എന്നാൽ ഇതിൻ്റെ ഗുണകരമായ അനുഭവത്തിലേക്ക് തിരിയണോ വേണ്ടായോ, അതോ ദോഷകരമായ അനുഭവത്തിലേക്കാണോ തിരിയേണ്ടത്, ഇത് നമ്മൾ തന്നെയാണ് നിശ്ചയിക്കുന്നത്. അങ്ങനെയാണെന്ന് വരികിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ നമ്മളൊരു പരിധി നിശ്ചയിച്ചാൽ അത് നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമാകും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അഡിക്റ്റ് ആകത്തില്ല. നിയന്ത്രണത്തിനപ്പുറമായി പോകുമ്പോഴാണ് അഡിക്റ്റ് ആകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ മീഡിയകൾ ഉപയോഗിക്കേണ്ട എന്നല്ല, ഇത് ഉപയോഗിക്കുമ്പോൾ അത് ഏതു പരിധി വരെ എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും, എത്ര സമയം ഞാൻ ഇതിനു വേണ്ടി മാറ്റിവെക്കണം, പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ മീഡിയയിലായിരിക്കണോ അതോ പഠനവുമായുള്ള ബന്ധത്തിലായിരിക്കണോ, ഇതൊക്കെ നമ്മളാണ് നിശ്ചയിക്കുന്നത്. നമ്മുടെ ബന്ധങ്ങൾ ഏത് രീതിയിലായിരിക്കണം, ഇതൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത്. അതിന് മീഡിയയെ അധികം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ള നല്ല വ്യക്തിത്വം ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ശരിയായ തിരഞ്ഞെടുപ്പുകളും ശരിയായ തീരുമാനങ്ങളും എടുപ്പാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയാണെന്ന് വരികിൽ നമുക്ക് നമ്മുടെ മേൽ തന്നെ വലിയൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധിക്കും. അങ്ങനെയുള്ളൊരു വലിയ കഴിവ് തന്ന ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളെ തന്നെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഗുണങ്ങളാണ് നമുക്ക് ലഭ്യമാകുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഇനിയും ശ്രമിക്കേണ്ടത് ഇതിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാനും അതുപോലെ തന്നെ ഈ നിയന്ത്രണങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനുമൊക്കെയുള്ള ഒരു ശ്രമം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും നമ്മുടെ വളർച്ചയെ സഹായിക്കും. അത് നമ്മുടെ പേഴ്സണാലിറ്റിയെ തകർക്കുകയല്ല, അതിനെ ബലപ്പെടുത്താനായിട്ട് സഹായിക്കും. അതിന് മുഖാന്തരമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ നിർത്തുന്നു. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ ഇതിന് ഒരു ചരിത്രമുണ്ട്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ അല്ല. ഇമ്പോർട്ടൻസ് ഓഫ് വിമൻ ഇൻ ദ വേൾഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഇക്വാലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യില്ല. പുരുഷനെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് സ്ത്രീയുമുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാനിപ്പോ അഭിമാനിക്കുകയാണ്. ഒരു സ്ത്രീയെ കണ്ട പുരുഷന് നോക്കാതിരിക്കാൻ പറ്റത്തില്ല. നല്ല സൗന്ദര്യമുള്ള ഒരു പുരുഷനെ കണ്ടാൽ നിങ്ങൾ നോക്കത്തില്ലേ? ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ
673528. Email shalomwhitetips@gmail.com.